യെസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കാണാൻ പോകുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ ഒരു പുതിയ എപ്പിസോഡാണ്. ഇപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് നമ്മളുടെ മുംബൈയിൽ നമ്മളുടെ മോഡിജി ഈ അടുത്തിടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത അടൽ സേതു ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇന്ന് മുതൽ ബോംബെയിലെ കുറച്ച് എപ്പിസോഡ്, ബോംബെ മാത്രമല്ല, ബോംബെ, അഹമ്മദാബാദ്, രാജ്കോട്ട്, അങ്ങനെ ജയ്പൂർ, ഡൽഹി, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ഒരു ട്രാവൽ നിങ്ങൾ കാണാൻ പോവാണ്. സോ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൽ മണിയുടെ ഒരു വലിയ മീഡിയ പ്രസ് മീറ്റ് നമ്മളുടെ ഈ എല്ലാ സ്ഥലങ്ങളിലും നടക്കാൻ പോവാണ്. സോ അതിൻ്റെ ചില വിഷ്വൽസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ അടൽ സേതു ബ്രിഡ്ജിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ്. സോ നമ്മളിപ്പോൾ ബോംബെയിലാണ്, മുംബൈയിലാണ്. സോ ആംചി, മുംബൈ. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം 21.8 കിലോമീറ്റർ ദൂരമാണുള്ളത്. 16.5 കിലോമീറ്റർ ബീച്ചിൻ്റെ ബീച്ചല്ല, സീയുടെ മുകളിലൂടെയാണ് ഈ പാലം പോകുന്നത്. ഗംഭീരമാണ്. സോ നമുക്കത് ഇനി നിങ്ങൾക്ക് വിഷ്വൽസ് കാണാം. അടിപൊളിയായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഈ വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ടോൾ ബൂത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ടോൾ ബൂത്തൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. 350, 250 അങ്ങനെ ഭയങ്കര റേറ്റൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടെ വണ്ടിയിൽ നമ്മൾ ട്രാവൽ ചെയ്യാണ്. സോ ഇനി നിങ്ങൾ ബീച്ച് കണ്ടോളൂ, ബ്രിഡ്ജ് കണ്ടോളൂ. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഓക്കെ, ഡൺ. യെസ് ഗായ്സ്, നമ്മൾ അങ്ങനെ അടൽ സേതു ബ്രിഡ്ജിലേക്ക് കയറി. അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. സോ ഏകദേശം 21.8 കിലോമീറ്റർ ദൂരമാണുള്ളത്. 17,840 കോടി രൂപ, 17,840 ക്രോസ് ആണ് ഇതിൻ്റെ മൊത്തം ചെലവ്. പക്ഷേ അത് നമുക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിലാവും അത് വർത്താണ്. കാരണം 16.5 കിലോമീറ്റർ ഒരു കടലിൻ്റെ മുകളിലൂടെയാണ് ഈ ബ്രിഡ്ജ് കൊണ്ടുപോയിരിക്കുന്നത്. അത്ര ഹെവിയാണ്, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ ഇപ്പം നീണ്ടു നിവർന്ന് കിടക്കണ ഈ ഒരു ബ്രിഡ്ജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഭീകരമാണ് ഈ ഒരു പാലം എന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് റെസ്ക്യൂനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ ഇടയിലായിട്ട്. എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ സംഭവിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ഹാൻഡ് റെയിൽ കണ്ടോ? ഈ ഹാൻഡ് റെയിലിൽ 100 കിലോമീറ്റർ സ്പീഡിൽ വന്ന് ഒരു ലോറി ഇടിച്ചാൽ പോലും അത് പൊളിയില്ല എന്നുള്ളതാണ് ഞാൻ എവിടെയോ എൻ്റെ ഒരു വായിച്ചതായിട്ട് ഞാൻ കണ്ടത്. അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതാ കുറേ ബലൂൺസ് കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ആ ബലൂൺസ് മുഴുവനും മോഡിജിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള BJPയുടെ ബലൂൺസാണ്. പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയായിരുന്നു. കാരണം അവിടെ വേറെ ഒന്നിനും സാധ്യതയില്ല. സോ അത് ഒരു അഡ്വർടൈസ്മെൻറ്റ് രീതിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിഡ്ജ് കിടപ്പ് കണ്ടോ മക്കളെ? അത്ര ഹെവിയാണ്, അത്ര സൂപ്പറാണ്. ഉറപ്പായിട്ടും നമ്മൾ ഈ ബോംബെയിൽ വരുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. ഇപ്പം ഞങ്ങൾക്ക് ടോൾ ഫ്രീ ആയതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് 350 ഒക്കെയാണ്, ഭയങ്കര റേറ്റാണ്. പക്ഷേ അതിനുള്ള സംഭവം ഉണ്ട്. അതേപോലെ തന്നെ 6 വരി പാതയാണ്. ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ദുബായ് പോയവർക്കറിയാം, ഏതെങ്കിലും ബ്രിഡ്ജിലൂടെ കയറി വരുമ്പോൾ ദുബായ് കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ആ വലിയ ടോളായിട്ടുള്ള ബിൽഡിങ്സും എല്ലാം കാണുമ്പോൾ. സോ അങ്ങനെ ഞങ്ങളുടെ ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ ഇന്റർ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ. സോ അതും നല്ലൊരു ഹോട്ടലാണ്, കണ്ടിരിക്കേണ്ട ഹോട്ടലാണ്. കാരണം മറൈൻ ഡ്രൈവിൽ തന്നെയാണ്. അപ്പോൾ അത്ര വ്യൂ ആണ് ഞങ്ങളുടെ റൂം സീ ഫേസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതേം കൂടി ഞാൻ കാണിക്കാം. അതുകൂടി കാണിച്ച് നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. സോ ആസ് യൂഷ്വൽ ഒരു ഹോട്ടലിൻ്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ആവുമ്പോൾ ലോബി പരിപാടികൾ അതൊക്കെ സെയിം തന്നെ, വലിയ പറയാനൊന്നുമില്ല. പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡായിട്ട്. ഓക്കെ, ആസ് യൂഷ്വൽ. അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ പ്രസ് മീറ്റും കാര്യങ്ങളും എല്ലാം നടക്കാൻ പോകുന്നത് നാളത്തെ ദിവസം. അതും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു നല്ല ഒരു ലോബി തന്നെയാണ്. സോ ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ റൂമാണ്. റൂം എൻ്റെ 5th ഫ്ലോറിലാണ്. സോ അതിനു മുമ്പ് നമുക്ക് ലിഫ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. സോ ലിഫ്റ്റിൽ കയറുമ്പോൾ തന്നെ ഒരു ഡിജിറ്റൽ സ്ക്രീൻ, ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ട്. സോ അത് ഭയങ്കര രസമായിട്ട് തോന്നി, അത് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. വലിയൊരു സ്ക്രീനാണ് കേട്ടോ, ഇത് ഡിജിറ്റൽ സ്ക്രീനാണ്. സോ ഇത് മാറിക്കൊണ്ടിരിക്കും കണ്ടോ.
ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഹോട്ടലാണ്. റൂം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടി. കണ്ടോ, രസമല്ലേ? നമ്മളുടെ റൂം നമ്പർ 555 ആണ്. 555. നല്ല രസമായിട്ടുള്ള ഹോട്ടലാണ്. കണ്ടോ, ബില്ല് നോക്കൂ, സൂപ്പർ അല്ലേ? യെസ്. വരുമ്പോൾ തന്നെ ഗംഭീര ലുക്കിലുള്ളൊരു നല്ല മിറർ സംഭവം. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും ടോയ്ലറ്റ് കാര്യങ്ങൾ. സോ ഹെവി ടബും ഒക്കെ ആയിട്ടുള്ള രണ്ടും സെപ്പറേറ്റ് ക്ലോസറ്റ് ആൻഡ് ഷവർ ചെയ്യാൻ ഇവിടെ എല്ലാത്തിനും വാഷ് ബേസിൻ പരിപാടികളെല്ലാം ഗംഭീരം. ഒരു രക്ഷയില്ല. ഇവിടുന്ന് കുളിച്ചും കാണാം. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുമ്പോൾ തന്നെ ഗംഭീര ഒരു കിങ് സൈസ് ബെഡ്. അടിപൊളി, നല്ല ആ വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഗംഭീരമുണ്ട്. ഇവിടെ വലിയൊരു സോഫ പരിപാടികൾ രസമായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ രസമുള്ളൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ഇപ്പം നിങ്ങൾ ഇവിടുന്ന് കാണുന്നതാണ് നമ്മളുടെ മറൈൻ ഡ്രൈവ്. കണ്ടോ, ബോംബെ ആണ് മോനെ, ബോംബെ. ഒരു ഇതെൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. വേറെ ലെവൽ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താജും ഇതൊക്കെ കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത റൂം, അടിപൊളി. പഴയ നമ്മളുടെ മുംബൈക്ക് പടം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവർ, രസകരമായിട്ട്. കൊള്ളാം. നല്ലൊരു കിങ് സൈസ് ബെഡും ഒക്കെ, ഹെവി ഒരു വലിയ TV കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഉറപ്പായിട്ടും ഫ്രിഡ്ജ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്? യെസ്, എന്തൊക്കെയോ സോഫ്റ്റ് ഡ്രിങ്ക്സും പരിപാടികളും എല്ലാം ഉണ്ട്. എന്തെടുത്താലും പൈസ ഉറപ്പായിട്ടും വരും. പിന്നെ ഇവിടെ കഴിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ റൂമിലെ വിശേഷങ്ങൾ. കോഫി മേക്കറും പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒടുക്കത്തെ വ്യൂ ആണ്, ഒന്നും പറയാനില്ല. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റലിലെ എൻ്റെ റൂമാണ്. അടിപൊളിയാണ്. സോ ഇതുപോലുള്ള വിഷ്വൽസ് ഇനി വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ മുംബൈ എപ്പിസോഡാണ്. മുംബൈ എപ്പിസോഡിൽ അടൽ സേതു ബ്രിഡ്ജ് നമ്മൾ കണ്ടു, ഇൻ്റർ കോണ്ടിനെൻ്റൽ കണ്ടു. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഗുഡ് ബൈ.